ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. പ്രിയ കുടുംബാംഗങ്ങളെ, ഹരിനാമ കീർത്തനം, ആ ഹരിനാമ കീർത്തനത്തിൻ്റെ ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ട് കാണും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 33-ാമത്തെ ഭാഗമാണ് നോക്കേണ്ടത്. ഈ 33-ാമത്തെ ഭാഗം നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഭാഗം നമ്മൾ കേട്ടല്ലോ. അജാമിളൻ്റെ കാര്യം കേട്ടു, അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷത്തെക്കുറിച്ച് കേട്ടു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പകർന്നു തരുന്നത് എന്തിനാ? നമ്മുടെ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടിയാണ്. ഈ കഥകൾ വെറുതെ കേട്ടുപോയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഹരിനാമ കീർത്തനം കേട്ട് കഴിഞ്ഞാൽ അവൻ സാക്ഷാൽ ഹരിയെപ്പോലെ ആയി തീരണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വെറുതെ കേട്ട് പോയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം സ്വർഗ്ഗതുല്യമാക്കാൻ നമ്മുടെ ഈ ഓരോ വർഷവും നമ്മളിങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ പുതിയ പുതിയ പുനർജന്മം എടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അതല്ല നമ്മുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം പരമമായിട്ടുള്ള മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ആനന്ദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചിന്ത ചെയ്യുന്നത് എപ്പോഴും ആ സന്തോഷം ഉണ്ടാവാനാണ് എല്ലാ കർമ്മവും ചെയ്യുന്നത്. എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഏതെങ്കിലും സന്തോഷം നമുക്ക് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. മക്കൾ അടുത്തുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമാണ് ചില അമ്മമാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക്. എന്നാൽ ഇതേ മക്കൾ അടുത്തിരിക്കുമ്പോൾ തന്നെ നമ്മളെ മുതുകത്ത് ചവിട്ടുന്ന സമയം വരുമ്പോൾ അതേ മക്കളെ കൊണ്ട് നമ്മൾ ശപിക്കും. ഭഗവാനെ, എന്തിനെനിക്ക് ഈ കാലന്മാരെ പോലത്തെ മക്കളെ തന്നു എന്ന് നമ്മൾ പറയും. അവരുടെ കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാതെ നമ്മൾ ആ മക്കളെ ചിലപ്പോൾ ശപിച്ചു പോയേക്കാം. എന്ന് വെച്ചാൽ അത് നമ്മുടെ സന്തോഷം ഇല്ലാതെയാക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ആ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വേണ്ട എന്ന് പറയും. ആ സന്തോഷം അവിടെ നിന്ന്. ഇതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് കരുതുന്ന ആൾക്കാർ അത് നിശ്ചിത ദിവസം കഴിയുമ്പോൾ അവർ തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങും. അല്ലെങ്കിൽ അവർക്ക് പ്രായം കൂടുമ്പോൾ അവർക്ക് അതിൻ്റേതായ ആ സുഖം അവർക്ക് മറ്റൊന്നിലേക്ക് പോകുന്നു. അതും സ്ഥായിയല്ല. ഈ സമ്പത്ത് ഉണ്ടാക്കുന്നതാണ് സന്തോഷം എന്ന് കരുതി നമ്മൾ സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സമ്പത്ത് നഷ്ടപ്പെടുമെന്നല്ലോ എന്നുള്ള വിഷമം നമ്മളെ അലട്ടുന്നുണ്ടാകും. കള്ളന്മാർ വരുമോ, എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളത്. ഈ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ തന്നെ തമ്മിലടിക്കുന്ന കാഴ്ച നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്നു. അപ്പോൾ ഒരു കാര്യവും ഇവിടെ സ്ഥിരമായിട്ടുള്ള സന്തോഷം ഇവിടെ ഇല്ല. അപ്പോൾ സ്ഥിരമായിട്ട് സന്തോഷം, എന്നും നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് വേണം. ആ അങ്ങനെയുള്ള സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നു, ടൂറ് പോകുന്നു, സിനിമ കാണാൻ വേണ്ടി പോകുന്നു, അങ്ങനെ ഓരോ കാര്യം ചെയ്യുന്നു. പക്ഷെ അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അത് മതിയാക്കി മറ്റൊന്നിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ടി വി കാണുന്നുണ്ടെങ്കിലും ഫോണിലൂടെ ആയാലും എല്ലാം തന്നെ അല്പസമയം മാത്രം നിലനിൽക്കുന്ന സന്തോഷം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സ്ഥിരമായിട്ടുള്ള സന്തോഷമാണ്. എന്നും നിലനിൽക്കുന്ന സന്തോഷം, ഒരിക്കലും നശിക്കാത്തൊരു സന്തോഷം, എപ്പോഴും ആഹ്ലാദവാനായിരിക്കുന്ന സന്തോഷം. ആ സന്തോഷത്തിനെയാണ് മോക്ഷം എന്ന് പറയുക. അപ്പോൾ ആ തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? പുനർജന്മമില്ലാത്തൊരവസ്ഥ ഉണ്ടാവണം. ഈ പുനർജന്മമില്ലാത്തൊരവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത്തരത്തിൽ ശ്രേഷ്ഠമായ ജന്മം ഉണ്ടാവണം. അത്തരത്തിൽ ശ്രേഷ്ഠമായ ജന്മം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നമ്മൾ ഈ ഹരിനാമ കീർത്തനത്തിൽ പറയുന്ന ഓരോ കഥാപാത്രത്തെ പോലെയും നമ്മൾ ആവാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഇവിടെ ഹരിനാമ കീർത്തനത്തിലൂടെ പറയുന്നത്. ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് 33-ാം ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് പറഞ്ഞു തരികയാണ് എഴുത്തച്ഛൻ. ഏതായാലും ആ 33-ാമത്തെ ഭാഗം എന്താണ് എന്നുള്ളത് നമ്മുടെ ഗൗരിമോള് ഇവിടെ ചൊല്ലുന്നുണ്ട്. അത് കേൾക്കാം നമുക്കാദ്യം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറിയിട്ട് അതിൻ്റെ അർത്ഥസാരങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആ ഭാഗം കേൾക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗഡ്വാംഗനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളിക്കളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ
ഗഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളിപോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ. നാരായണായ നമഃ. എല്ലാവരും കേട്ടല്ലോ. വളരെ മനോഹരമായിട്ടാണ് ആ ഹരിനാമ കീർത്തനം നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എന്ത് വേണം, നമ്മൾ ഓരോ ആൾക്കാരും നാമം ജപിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരിനാമ കീർത്തനം ചൊല്ലിക്കോളൂ, നിങ്ങൾ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഒക്കെ ചൊല്ലിക്കോളൂ. ചൊല്ലുമ്പോഴും അതിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചൊല്ലാൻ. ഏതായാലും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൊട്ട് മുമ്പത്തേതിൽ പറഞ്ഞു പാണ്ഡ്യ രാജാവായിട്ട് ഇന്ദ്രദ്യുമ്നെ കുറിച്ച് പറഞ്ഞു നമ്മൾ. അദ്ദേഹം ഗജേന്ദ്രൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ആ ഗജേന്ദ്രനായി ജനിച്ചപ്പോൾ അല്ലെങ്കിൽ പട്ടപ്പോൾ ആ മുതലയുടെ വായിൽ കിടന്നുകൊണ്ട് അയാൾ 1000 വർഷക്കാലത്തോളം ഏറിയ കാലം ആ ഭഗവാനെ സേവിച്ചു എന്ന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് 1000 വർഷക്കാലം ഭഗവാനെ സേവിക്കേണ്ടി വന്നുവല്ലോ. എന്നാലും അവിടെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. എന്നാൽ കേവലം നിമിഷാർദ്ധം കൊണ്ട് തന്നെ മോക്ഷം കിട്ടിയ ആളുമുണ്ട്. ഭഗവാന്റെ ലീലകൾ നോക്കണം. ഒരാൾക്ക് 1000 വർഷക്കാലം ചെയ്യേണ്ടി വന്നെങ്കിൽ ഒരാൾക്ക് വളരെ നിമിഷാർദ്ധം കൊണ്ട് തന്നെ മോക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ ആരാണ്? ഗഡ്വാങ്കൻ എന്ന് പറയുന്ന ഒരു രാജാവ്. ഗഡ്വാങ്കൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് ആരാണ് എന്നുള്ളത്. ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഈ ഗഡ്വാങ്കൻ എന്ന് പറയുന്നത് ഈ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ദശരഥനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ അച്ഛൻ്റെ 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 അച്ഛനായിട്ട് അങ്ങ് പോകുമ്പോൾ ഒരു പരമ്പരയിലാണ് ഈ ഗഡ്വാങ്കൻ എന്ന് പറയുന്ന രാജാവിൻ്റെത്. ഈ സൂര്യവംശത്തിൽ പ്രഗത്ഭരായ 10 രാജാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്ഥാനം ഈ ഗഡ്വാങ്കനാണ്. ശ്രീരാമനെ അടക്കം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്ഥാനമാണ് ഈ ഗഡ്വാങ്കന്. എന്നാൽ ഈ ഗഡ്വാങ്കൻ്റെ ശരിയായ പേര്, ഈ പറയുന്ന ഗഡ്വാങ്കൻ എന്ന് അദ്ദേഹത്തിന് വിളിക്കുന്നു, അദ്ദേഹത്തിന് മറ്റ് ചില പേരുകൾ കൂടിയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തിന് ദിലീപൻ എന്നൊരു പേരുണ്ട്. ആ പേരിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. അപ്പോൾ ആ ദിലീപൻ എന്ന് പറയുന്ന രാജാവ് ഇക്ഷാകു വംശത്തിലാണെന്ന് പറയും, സൂര്യവംശത്തിലാണെന്ന് പറയും. പക്ഷേ രഘുവംശത്തിലല്ല അദ്ദേഹം. അതെന്താ രഘുവംശത്തിലല്ല എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മകനാണ് രഘു. അദ്ദേഹമാണ് രഘുവംശം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രഘുവംശം എന്ന് പറയുന്ന കാളിദാസൻ്റെ ഒരു കാവ്യമുണ്ടല്ലോ, അത് ഈ ദിലീപൻ മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള വിവരണമാണ് രഘുവംശത്തിലുള്ളത്. അപ്പോൾ ഈ ഗഡ്വാങ്കൻ എന്ന് പറയുന്ന ദിലീപൻ എന്ന് പറയുന്ന രാജാവ് കൽമാഷപാതൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനായിരുന്നു. മകൻ്റെ പേര് മൂലകൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അംശകൻ. അവരുടെ മകനാണ് ഈ പറയുന്ന ദിലീപൻ. അപ്പോൾ ഈ ദിലീപൻ എന്ന് പറയുന്ന രാജാവ് വളരെയേറെ പ്രാധാന്യമുള്ള, എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഈശ്വരനാമം ജപിച്ചു, അല്ലെങ്കിൽ ഈശ്വരമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്, ശ്രേഷ്ഠമായ പ്രവൃത്തി. അയാൾ അതിന് മുമ്പുള്ള ജന്മത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ജനിച്ച കാലം മുതലും അയാൾ ആ തരത്തിലാണ് പ്രവൃത്തികൾ ചെയ്തത്. മക്കളില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. എന്താണെന്നറിയോ? അദ്ദേഹത്തിനോട് ഒരു മക്കളെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കാമധേനുവിൻ്റെ മകളായിട്ടുള്ള സുരഭി അല്ലെങ്കിൽ നന്ദിനി എന്ന് പറയുന്ന പശു ഉണ്ടല്ലോ, അതിനെ സേവിക്കണം പരമാവധി. അവളെ പ്രീതിപ്പെടുത്തിയാലേ മക്കളുണ്ടാവൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കാമധേനുവിൻ്റെ മകളായിട്ടുള്ള നന്ദിനിയെയും കൊണ്ട് ഈ ഹിമാബൽ സാനുക്കളുടെ പല ഭാഗങ്ങളിലും എല്ലാം ഉപേക്ഷിച്ചും കൊണ്ട് ഇദ്ദേഹം പോയി എന്നാണ് പറയുന്നത്, ഇതിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിചരിച്ച് ഈ പറയുന്ന ദിലീപനും ഈ നന്ദിനിയും കൂടിയിട്ട് ഈ കൽപ്പവൃക്ഷം നിൽക്കുന്ന സ്ഥലത്തെത്തി എന്നാണ് പറയുന്നത്. ആ കൽപ്പവൃക്ഷം നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ പ്രകൃതി ഭംഗി കണ്ട് ദിലീപൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്ന അവസരത്തിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ നന്ദിനിയുടെ പുറത്ത് കയറിയിട്ട് ഒരു സിംഹം ഇങ്ങനെ അതിനെ തിന്നാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ദിലീപൻ ആകെ പേടിച്ചു. ഉടനെ തന്നെ അസ്ത്രമെടുത്ത് ആ സിംഹത്തെ അങ്ങ് വകവരുത്താമെന്ന് കരുതിയിട്ട് അസ്ത്രം തൊടുത്ത് വിടാൻ നോക്കുമ്പോഴാണ് കാണുന്നത് കൈ ചലിക്കുന്നില്ല. അത്ഭുതമെന്ന പോലെ. ഉടനെ സിംഹം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കൽപ്പവൃക്ഷത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്ന ഏതിനൊന്നിനെയും പിടിച്ചു തിന്നാനുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം എനിക്ക് പാർവതി ദേവി തന്നിട്ടുണ്ട്, അതില്ലാതാക്കരുത്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ ആകെ നിസ്സഹായനായിട്ടുള്ള ആ ദിലീപ് പറഞ്ഞു, അങ്ങനെ ഞങ്ങളൊരു കാര്യം ചെയ്യണം, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് എന്നെ അങ്ങ് സ്വീകരിച്ചോളൂ, എന്നെ തിന്നോളൂ എന്ന് പറയും. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ട് അവിടെ മുട്ടുകുത്തിയിട്ട് തൊഴുകൈയോട് നിന്നു, എന്നെ ഭക്ഷിച്ചോളൂ എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് അവിടെ അശരീരി ഉണ്ടായി, അല്ലെങ്കിൽ നന്ദിനി അവിടെ പറഞ്ഞു പോലും, ഞാൻ നിന്നെ പരീക്ഷിക്കാനായിട്ടാണ്, കാരണം നിൻ്റെ എത്ര കണ്ട് ആ ശ്രദ്ധയുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, എത്ര കണ്ട് എന്നെ ശുശ്രൂഷിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയെന്ന് പറയുന്നു. അത്തരത്തിൽ ഈ പറയുന്ന നന്ദിനിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ടാണ് രഘു എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ ഈ പറയുന്ന ദിലീപൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞത്. അപ്പം അത്രയും ശ്രേഷ്ഠനായിരുന്നു ദിലീപൻ. എല്ലാ കാലഘട്ടത്തിലും ഇരിപ്പിലും നടപ്പിലും ഒക്കെ തന്നെ അദ്ദേഹം നാരായണനെയാണ് കാണുന്നത്. എല്ലാം നാരായണനായി അദ്ദേഹം സങ്കല്പിച്ചിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമയമാകുന്ന അവസരത്തിൽ ആ രഘുവിനെ രാജഭാരം ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം തൻ്റെ ഉത്തരവാദിത്വം തീർന്നപ്പോൾ ആ നാരായണനെ ജപിച്ചപ്പോൾ പൂർണ്ണമായിട്ടും നാരായണൻ തന്നെ അദ്ദേഹത്തിനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. പൂർണ്ണമായിട്ടും ഈ ദിലീപനെ, അല്ലെങ്കിൽ പറയുന്ന ഗട്വാങ്കൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് വേറെയും പേരുകളുണ്ട്. ദിലീപൻ എന്ന പേരിലാണ് ഇദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഈ ഭഗവാൻ ആ ഏതിലും സമയത്തും എല്ലാം നാരായണനായിട്ടാണ് അദ്ദേഹം കണ്ടത്. ശത്രുവില്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കാറില്ല. കാരണം എന്താ? എല്ലാം മിത്രങ്ങളാണ്, എല്ലാം നാരായണൻ തന്നെയാണ്. അവിടെ പക്ഷി മൃഗാദികളെ പോലും നാരായണനായിട്ടാണ് സങ്കല്പിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആ ശ്രേഷ്ഠനായ രാജാവിന് ഭരണത്തിൻ്റെ ഇത് പൂർത്തിയായി എന്ന് കണ്ടപ്പോൾ നേരെ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗമെന്നാണ് നമ്മൾ പറയാം, സ്വർഗമല്ല ശരിക്കും പറഞ്ഞാൽ മോക്ഷത്തിലേക്ക്, എന്നും സന്തോഷമുള്ള ആ തലത്തിലേക്ക് സാക്ഷാൽ നാരായണൻ തന്നെ അദ്ദേഹത്തിനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. അവിടത്തേക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 1000 വർഷക്കാലം തപസ് ചെയ്ത് പൂജ ചെയ്തിട്ട് ഗജേന്ദ്രന്, അല്ലെങ്കിൽ ഇന്ദ്രധുമ്രനായിട്ട് ഈ ഗജേന്ദ്രന് ഭഗവാൻ കൊടുത്തു. എത്ര കാലം കാത്തിരിക്കേണ്ടതെന്ന് കരഞ്ഞു വിളിച്ചിട്ട് 1000 വർഷക്കാലം. കാരണത്തിൽ തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരങ്ങളെല്ലാം പോകണം, ഞാനെന്ന ചിന്തകളെല്ലാം പോകണം. അങ്ങനെ മൊത്തം പോയതിന് ശേഷമാണ് അവസാനം ആ പിടി വിട്ട് അങ്ങോട്ട് ആ മുതലയുടെ വായിലേക്ക് പോകുമെന്ന് ഘട്ടമെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ വിളിക്കുന്നത്. പാഞ്ചാലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രം ദുശാസനം പിടിച്ച് പറിക്കുന്ന അവസരത്തിൽ 2 കൈ കൊണ്ട് ഈ വസ്ത്രം പിടിച്ചിരുന്നു. പക്ഷേ അവൻ ബലമായ കൈ കൊണ്ട് പിടിച്ച് വിളിക്കുന്ന അവസരത്തിൽ ഈ പിടി വിട്ടില്ല. ഭഗവാനെ കൃഷ്ണ 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 എന്ന് വിളിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെല്ലാം വിളിച്ച് ഭർത്താക്കന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം കൃഷ്ണനെ വിളിച്ചു, കൃഷ്ണൻ വന്നില്ല. അവസാനം ഈ കൈകൾ തുണി പിടിച്ചിട്ടുണ്ടായിരുന്നു. കൈകൾ ഇങ്ങനെ തുണി ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ കൃഷ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ വന്നില്ല. അതേ അവസരത്തിൽ ഫലം പ്രയോഗിച്ച് ആ തുണി മുഴുവൻ പിടിച്ച് പറിച്ചെടുക്കുമെന്ന് കെട്ടത്തിയപ്പോൾ ഇതെല്ലാം ഭഗവാന് സമർപ്പിച്ചു. ഇനി എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി കൈകൾ രണ്ടും അങ്ങോട്ട് ഇളക്കിയിട്ട് 2 കൈകളും കൂപ്പിയിട്ട് അങ്ങോട്ട് ഭഗവാനെ വിളിച്ചു, കൃഷ്ണ എന്നെ രക്ഷിക്കൂ എന്ന്. 2 കൈകളും ഇളക്കി. കാരണം എന്താ വെച്ചാൽ എന്നെ രക്ഷിക്കാൻ ഭഗവാൻ വരും എന്നുള്ളൊരു വിശ്വാസം. ഭഗവാനേ എന്നെ രക്ഷിക്കുകയുള്ളൂ, ഏതാപത്തിലും ഏത് ദുരിതത്തിലും ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം ആ കൈകൾ രണ്ടും ഇളക്കിക്കൊണ്ട് ഭഗവാനെ കൈകൂപ്പി തൊഴുതു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉറപ്പുണ്ട്, എന്നെ ഭഗവാൻ രക്ഷിക്കുമെന്നില്ല. ആ രക്ഷയാണ് ഭഗവാൻ അവിടെ വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിക്ക് തുണയായത്. ഈ കൈ മുറുക്കെ പിടിച്ചിട്ട് താൻ പാതി ദൈവം പാതി എന്നല്ല അവിടെ ചിന്തിച്ചത്. ഇവിടെ ചിന്തിച്ചത് എല്ലാം ഭഗവാനാണ്. ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല, എൻ്റെ ഇത് കഴിഞ്ഞു, ഇനി എന്നെ ഭഗവാനേ ഉള്ളൂ, ഭഗവാൻ എന്നെ രക്ഷിക്കുന്നുള്ളൊരു വിശ്വാസം. അതാണ് ഗജേന്ദ്രന് സംഭവിച്ചത്. ഗജേന്ദ്രൻ്റെത് ആ കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലി നടത്തുന്നുണ്ടെങ്കിലും, ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിലും, ഭഗവാനെ വിളിച്ചിട്ടും എല്ലാം പറയുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടും അങ്ങോട്ട് പിടിവലി വെക്കുന്നുണ്ട് സമയത്ത് ഇനിയില്ല, എല്ലാം ഞാൻ വിട്ടു, ഇനി ഭഗവാൻ മാത്രമേ തുണയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ അവിടെ വന്നിട്ട് അതിന് മോക്ഷം കൊടുത്തു. എന്നാൽ ഇവിടെ ഗട്വാങ്കൻ എന്ന് പറയുന്ന ദിലീപൻ അങ്ങനെയല്ല സംഭവിച്ചത്. അദ്ദേഹം എല്ലാ സമയത്തും ഭഗവാനിൽ തന്നെയാണ് ലയിച്ച് നടന്നത്. ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും എല്ലാ സമയത്തും ആ ഭഗവാൻ നാമം ജപിക്കുക എന്ന് മാത്രമല്ല, തൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരെയും ഭഗവാൻ നാരായണനാണ് എന്നുള്ള സങ്കല്പത്തിലാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. അത് എല്ലാ മൃഗങ്ങളോടായാലും പക്ഷികളോടായാലും പരിചാരകന്മാരോടായാലും അവിടെ ആരും വേലക്കാരെ പോലെയല്ല, എല്ലാം പരിചാരകരെ പോലെയല്ല, എല്ലാവരോടും ബഹുമാനത്തോടു കൂടി എല്ലാവരോടും ആ തരത്തിൽ നാരായണനാണെന്ന സങ്കല്പത്തിലാണ് അവിടെയുള്ള ഓരോ ആൾക്കാരോടും ഈ ദിലീപൻ പെരുമാറിയത്. എല്ലാം നാരായണന്മാരാണെന്നുള്ള സങ്കല്പത്തിൽ. അപ്പോൾ അത്തരത്തിൽ ഈ ഭഗവാന്റെ ലീലകളെ നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ ഭഗവാനെയല്ല പരീക്ഷിക്കേണ്ടത്, നമ്മളെയാണ് നമ്മൾ നേരെയാക്കി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാനെങ്കിൽ സമർപ്പിച്ചിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ അവിടെ ഭഗവാൻ നമുക്ക് അനുഗ്രഹമായിട്ടുണ്ടാകും. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾക്ക് എത്ര പെട്ടെന്നാണോ മോക്ഷം വേണ്ടത്, അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണോ നമുക്ക് ആനന്ദം വേണ്ടത്, എത്ര പെട്ടെന്നാണോ ഭഗവാന്റെ കാരുണ്യം വേണ്ടത്, ആ കാരുണ്യം വേണമെങ്കിൽ നമ്മൾക്ക് അറിയില്ല, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചും കൊണ്ട് വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. വിശ്വാസം വേണം എന്നർത്ഥം. ഇത് പറയുമ്പോൾ ഞാനൊരു ലളിതമായ ചെറിയൊരു കഥയും കൂടി പറയാം. ഇവിടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുന്നു ഒരാൾ. വലിയൊരു പ്രഭാഷകനാണ്, അറിയപ്പെടുന്നൊരു പ്രഭാഷകനാണ്. അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ആ കയ്യിലുള്ള സ്വർണത്തിൻ്റെ വളകൾ, അതുപോലെ ഭഗവാന്റെ തിരുമുടി ഭഗവാൻ ഇങ്ങനെ വർണ്ണിക്കുക. കാർ വർണ്ണനായിട്ടുള്ള നിറം, മഞ്ഞ ചേലകൾ, കാലിലാണെങ്കിൽ സ്വർണ്ണത്തളകൾ, കൈകളിലാണെങ്കിൽ സ്വർണത്തിൻ്റെ വളകൾ, സ്വർണത്തിൻ്റെ മാലകൾ, ആര് കണ്ടാലും ഒന്ന് വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഭഗവാന്റെ രൂപം. അതിങ്ങനെ ആ പ്രഭാഷകൻ, ഇങ്ങനെ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ള പ്രഭാഷകൻ ക്ഷേത്രത്തിൽ വെച്ച് ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടെ ഒരു കള്ളൻ നിൽക്കുന്നുണ്ടായിരുന്നു. കള്ളൻ്റെ ഉദ്ദേശം എന്താ? മോഷണം നടത്തുക, സ്വർണം അപഹരിക്കുക, പണം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഭഗവാനെയും അറിയില്ല, ഭഗവാനെ നാമം ഉച്ചരിക്കാൻ പോലും ഒന്നും അറിയില്ല. അങ്ങനെയുള്ളൊരു കള്ളനാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്താണ്? ഇയാൾ വർണ്ണിക്കുന്ന ആ കുട്ടി എവിടെയായിരിക്കും ഉണ്ടാവുക? കാരണം സ്വർണത്തിൻ്റെ തളകളുണ്ട് കാലിന്, സ്വർണത്തിൻ്റെ വളകളുണ്ട്, സ്വർണത്തിൻ്റെ മാലകളുണ്ട്, സ്വർണത്തിൻ്റെ അരഞ്ഞാണമുണ്ട്. ഇത്രയും വലിയ ആ സ്വർണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആ കുട്ടി എവിടെയാണ് ഉണ്ടാവുക? എന്നാൽ അവനെ ഞാൻ പിടിച്ചെടുത്താൽ ആ സ്വർണം മുഴുവൻ എനിക്ക് സ്വന്തമാക്കാമല്ലോ എന്നാണ് അവൻ്റെ ചിന്ത. ആചാര്യൻ പറയുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് ആ കൃഷ്ണൻ്റെ മഹിമ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ കൃഷ്ണൻ്റെ ആ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരും ഒന്ന് നോക്കിപ്പോകും, അവരെ ഒന്ന് വാരിയെടുത്ത് പോകുമെന്നൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. പ്രഭാഷണം കഴിഞ്ഞു. പ്രഭാഷകൻ അവിടുന്ന് കിട്ടുന്ന ദക്ഷിണയും വാങ്ങിയിട്ട് പോകുന്ന പോക്കിൽ ഈ കള്ളൻ അവൻ്റെ കുത്തിരി പിടിച്ചു പ്രഭാഷകൻ്റെ. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? പ്രഭാഷകൻ്റെ കുത്തിരി പിടിച്ചോടെ തന്നെ പ്രഭാഷകൻ പറയുന്നത്, എൻ്റെ കയ്യിലുള്ളതല്ല നിനക്ക് തന്നേക്കാം, എന്നെ വെറുതെ വിടണം, നിൻ്റെ കയ്യിലുള്ളതൊന്നും നീ എനിക്ക് തരണ്ട, എനിക്ക് വേണ്ടത് നീ നേരത്തെ പറഞ്ഞ ആ ചെറുക്കനുണ്ടല്ലോ. ഏത് ചെറുക്കൻ? നീയല്ലേ നേരത്തെ പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞത് ഒരു അരയിൽ അരഞ്ഞാണം സ്വർണത്തിൻ്റെ ഉണ്ട്, കഴുത്തിൽ മാല സ്വർണത്തിൻ്റെ ഉണ്ട്, കയ്യിൽ വളകൾ സ്വർണത്തിൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? ആ കുട്ടി എവിടെയാണുള്ളത്? സത്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭാഷകൻ വിചാരിച്ചു, ഇയാളെന്തൊരു പൊട്ടനാന്ന്, ഇയാൾ ഇത്തിരി വിഡ്ഢിയായിപ്പോയോ? അയാൾ പറഞ്ഞു, ഞാനത് കഥ പറഞ്ഞല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതെന്ന്. ആ കുട്ടിയൊന്നും ഇപ്പോൾ ഇല്ല, അങ്ങനത്തെ കുട്ടിയെ ഇപ്പോഴില്ല, അത് പണ്ട് നടന്ന ഒരു കാര്യം ഞാനിപ്പം ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞാന്ന്. ഈ കള്ളം പറയുന്നറിയാം, ഇത്തിരി ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് നീ ഇല്ലാതെ കള്ളക്കഥ പറയുകയാണോ ചെയ്യുന്നത്? നീ എന്നെ പൊട്ടനാക്കുന്നതിട്ട് ഒരു അടി അങ്ങ് വെച്ച് കൊടുത്തു. ആയിരക്കണക്കിന് ആൾക്കാർ ഇരുന്നിട്ടാണ് പ്രഭാഷണം കേൾക്കുന്നുണ്ട്, അവരെ മുമ്പിൽ വെച്ചിട്ട് നീ കള്ളക്കഥ പറയുമോ? അപ്പോൾ അവരുടെ പൊട്ടന്മാരാന്ന് വിചാരിക്കുന്നത്? നീ എന്നെ പൊട്ടനാക്കണ്ട, ആ കുട്ടി എവിടെയോ ഉണ്ട്, സത്യം തുറന്നു പറഞ്ഞോട്ടെ. ഒന്ന് കൊടുത്ത ഉടനെ തന്നെ ഇയാൾക്ക് ബോധം വന്നു. എന്താ, രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളണം. അയാൾ പറഞ്ഞു, ഒന്നുമില്ലാതെ ഈ കാട് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഈ കാടിൻ്റെ കുറച്ച് അപ്പുറമായിട്ട് ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി അവിടെ കളിക്കുന്ന സ്ഥലമാണ്, ആ കാട്ടിലാണ് ഉണ്ടാവുക. അവിടെ നിങ്ങൾ വിളിച്ചാൽ മതി, വിളിച്ചാൽ ആ കുട്ടി വരും എന്ന് പറഞ്ഞു. ഓ സന്തോഷം, ആ ശരി പോയിക്കോളൂ എന്നിട്ട് കള്ളൻ അയാളെ പറഞ്ഞു വിട്ടു. ഇയാൾ രാത്രി തന്നെ ആ ഗ്രാമത്തിൻ്റെ അടുത്ത് കാട്ടിലൂടെ നടന്ന് ആ ഗ്രാമത്തിൻ്റെ അടുത്തെത്താനുള്ള ആ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് ഈ കുട്ടിയെ വിളിച്ചു. എന്താ പേര്? കൃഷ്ണൻ എന്നാണ്. പലതവണ വിളിച്ചു, കത്തി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാന്ന് പറഞ്ഞു, കൃഷ്ണ എത്രയും പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്നു, ഇല്ല ഞാൻ എന്നെ ശരിയാക്കി കളയും. ഒരേ വിളി, കൃഷ്ണ 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 എന്ന് വിളിക്കുന്നത്, ഓരോ തവണ വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരില്ല, ഞാൻ അങ്ങനെ ആക്കി തരും, ഇങ്ങനെ ആക്കി തന്നിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ വിളിക്കുകയാണ്. ഇയാൾക്ക് ഉറപ്പുണ്ട് ഈ കൃഷ്ണൻ ഉണ്ട് എന്നുള്ളത്. എന്നാൽ പ്രഭാഷകൻ അങ്ങനെ കൃഷ്ണൻ ഇല്ല എന്നുള്ള 100% വിശ്വാസം പ്രഭാഷകനുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം നിമിത്തം ഇദ്ദേഹം വിളിക്കുമ്പോൾ ഈ പ്രഭാഷകൻ അവിടെ പറഞ്ഞ് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? പ്രഭാഷകൻ പറഞ്ഞു വെച്ചാൽ, ഈ കൃഷ്ണൻ ഉള്ളിടത്ത് നിരവധി പശുക്കളുണ്ട്,
ആ നിരവധി പശുക്കൾ ഓടിച്ചാടി നടക്കുന്നത് ഈ കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദം കേട്ട് കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ അതിലേക്ക് മയങ്ങി നിൽക്കും. സ്വർണത്തിൻ്റെ പുല്ലാങ്കുഴൽ ഈ കൃഷ്ണൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വിളി ഇങ്ങനെ, കൃഷ്ണ ഇങ്ങോട്ട് വരുന്നോ, അല്ലെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിന്നെ ശരിയാക്കും, അല്ലാണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് വന്നോളൂ എന്നൊക്കെ ഇയാൾ അട്ടഹസിച്ചും കൊണ്ട് വിളിക്കുമ്പോഴുണ്ട് ഒരു പുല്ലാങ്കുഴൽ നാദം കേൾക്കുന്നത്. പ്രഭാഷകൻ പറഞ്ഞ് വളരെ കറക്റ്റാണ്, പുല്ലാങ്കുഴൽ നാദമുണ്ട്. അപ്പോൾ നിനക്ക് എന്നെ പേടിയുണ്ടല്ലേ, ഇങ്ങോട്ട് വരൂ, എത്രയും പെട്ടെന്ന് കടന്നു വരൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ പുല്ലാങ്കുഴൽ നാദം അടുത്തടുത്തേക്ക് വരുന്നു. ഉടൻ തന്നെ ഒരു പശുക്കുട്ടി ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നു, അതിന് പുറകെ നിരവധി പശുക്കളും. ഇയാൾ നോക്കുമ്പോഴുണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പിഞ്ചു ബാലൻ, ആര് കണ്ടാലും ഒന്ന് വാരിക്കോരി എടുത്ത് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. ആ കുട്ടിയെ കണ്ടപ്പോൾ ഈ കള്ളൻ്റെ മനസ്സിൽ നിന്ന് തൻ്റെ കള്ളം മുഴുവൻ തന്നെ ഇല്ലാതെയായി. അദ്ദേഹത്തിന് സ്വർണത്തിലേക്കല്ല ശ്രദ്ധ, ഈ കുട്ടിയുടെ മാസ്മരികമായിട്ടുള്ള ആ ചൈതന്യത്തിൽ അങ്ങോട്ട് ലയിച്ചു പോയി എന്ന് വേണം പറയാൻ. അയാൾ ഓടിപ്പോയിട്ട് ഈ കുട്ടിയെ വാരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, അയ്യോ ഞാൻ ഈ മോനെയാണല്ലോ, അല്ലെങ്കിൽ ഈ കണ്ണൻ്റെ കയ്യിലുള്ള ഈ ആഭരണമാണല്ലോ തട്ടിപ്പറിക്കാൻ നോക്കിയത്, എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ സകലതും വിട്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ആടുന്ന് ഇങ്ങനെ ആ കൃഷ്ണനെ വാരിയെടുക്കുന്നു. ആ കൃഷ്ണൻ്റെ കാലെടുത്ത് തൻ്റെ ശിരസിൽ വെക്കുന്നു. എന്തൊക്കെ ചെയ്തെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ കള്ളം മുഴുവൻ മാറി, അദ്ദേഹം ശ്രേഷ്ഠമായ തലത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നിമിഷാർദ്ധ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ ആനന്ദത്തിൻ്റെ ആ ഒരു പറുദീസ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ ക്ഷേത്രങ്ങൾ തോറും ഭഗവാന്റെ ലീലകൾ പ്രചരിപ്പിക്കുന്ന ആ പ്രഭാഷകന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ ഭഗവാൻ ഉണ്ട്, ആ രൂപം എങ്ങനെയാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു മാറ്റവും. എന്നാൽ അതൊന്നും വിശ്വസിക്കാത്ത, ഇതിനെപ്പറ്റി അറിയാത്ത ഒരു കള്ളൻ ഇത് കേട്ടപ്പോൾ അത് വിശ്വസിച്ചു. ഇവിടെ ചിന്തിക്കണം വെച്ചാൽ കൃഷ്ണനെപ്പറ്റി നമ്മൾ ഓരോ സ്ഥലത്തും വാദോരാതെ പ്രസംഗിക്കുന്ന ആൾക്കാരായാലും പൂജാരിമാരായാലും ക്ഷേത്രശാന്തിമാരായാലും അത് കൃഷ്ണനാണ് എന്നുള്ള വിശ്വാസത്തോടെ ഞാനിത് ചെയ്യുന്നത് സാക്ഷാൽ ഭഗവാനാണ്, നാരായണന് വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ആൾക്കാർ എത്ര ആൾക്കാരുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ എൻ്റെ കൃഷ്ണന് വേണ്ടിയാണ്, ഞാൻ എൻ്റെ കൃഷ്ണനെയാണ് നാമം ജപിക്കുന്നത്, എൻ്റെ നാരായണനാണ്, ഇത് നാരായണൻ തന്നെയാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ഇതെല്ലാം നാരായണൻ തന്നെയാണെന്നുള്ള ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉയർച്ചയില്ലാത്തത്. നമ്മൾ വീട്ടിൽ എപ്പോഴും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, നാമം ജപിക്കുന്നു, ഭജനകൾ പാടുന്നു, ഇതൊക്കെ പാടുന്നുണ്ടെങ്കിലും ഇതാ ഭഗവാൻ തന്നെ, ഭഗവാന് വേണ്ടി തന്നെയാണ്. ഭഗവാൻ ഇത് ജപിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുക്കിൽ വരും, എൻ്റെ അടുത്ത് വരുമെന്നുള്ള 100% വിശ്വാസം ഉണ്ടെങ്കിൽ കുരൂരമ്മക്ക് മുന്നിൽ കൃഷ്ണൻ വന്നതുപോലെ, പൂന്താനത്തിന് മുന്നിൽ കൃഷ്ണൻ വന്നതുപോലെ, മീരാഭായിയുടെ മുന്നിൽ കൃഷ്ണൻ വന്നതുപോലെ നമ്മുടെ മുന്നിലും സാക്ഷാൽ നാരായണൻ വരും. ആ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഓരോ കർമ്മവും ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം, അടുത്ത ദിവസം വീണ്ടും നോക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഭഗവാനെ നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക, മുന്നോട്ട് പോവുക. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി.